നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ക്ഷീണം അനുഭവപ്പെടാറുണ്ടോ? അതുപോലെ തന്നെ കാലൊന്നും നിലത്ത് കുത്താൻ വയ്യ, ഒരടി നടക്കാൻ വയ്യ എന്നുള്ളതുപോലെ സ്റ്റിഫ് ആയതുപോലെയുള്ള പേശി വേദന, എല്ലുകൾക്ക് തന്നെ വേദന തോന്നുന്നതും എന്നൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് ഇന്നത്തേത്. ആരോഗ്യകരമായ എല്ലിൻ്റെ നിർമ്മാണത്തിനും പരിപാലനത്തിനും ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പോഷണമാണ് വൈറ്റമിൻ ഡി എന്നുള്ളത്. വൈറ്റമിൻ ഡി ഉള്ളപ്പോൾ മാത്രമേ ശരീരത്തിന് എല്ലുകളെ ബലപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള കാൽസ്യം ആഗിരണം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. കാൽസ്യത്തിൻ്റെ മാത്രമല്ല ഫോസ്ഫേറ്റിൻ്റെ അളവിനെയും സ്വാധീനിക്കുന്ന വൈറ്റമിൻ ഡി എല്ലുകളുടെയും പല്ലുകളുടെയും പേശികളുടെയും ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒന്നാണ്. ഇതിന് ഈ വൈറ്റമിൻ ഡി കിട്ടാൻ വേണ്ടിയിട്ട് ഏറ്റവും നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒരു കാര്യം സൂര്യപ്രകാശം ഏൽക്കുക എന്നുള്ളതാണ്. എന്നാൽ അത് മാത്രമല്ലാതെ നമുക്ക് ഭക്ഷണത്തിലൂടെയും ചില വ്യത്യാസങ്ങൾ വരുത്തിയാൽ ഏതെല്ലാം തരം ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ വൈറ്റമിൻ ഡി ശരീരത്തിൽ കൂട്ടാൻ പറ്റും എന്നുള്ളതും കൂടെ നോക്കാം. ഇനി സൂര്യപ്രകാശത്തിലൂടെയാണെങ്കിലും നമുക്ക് രാവിലെ 10 മണി മുതൽ ഒരു വൈകിട്ട് 3 മണി വരെയുള്ള സമയത്തിൽ ഒരു 15 മിനിറ്റ് വെയിൽ കൊള്ളാനാണ് ലോകാരോഗ്യ സംഘടന പറയുന്നത്. പക്ഷേ ചിലർക്ക് തലവേദന, മൈഗ്രെയിൻ, കൂടുതൽ ഇതുപോലെ സൂര്യപ്രകാശം ഏറ്റു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ചില അലർജിയുണ്ട്. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ അതിന് സാധ്യമാവില്ല. അപ്പോൾ ആ സമയത്ത് നമുക്ക് ചില സപ്ലിമെൻറ്റുകളെയും ഇതുപോലുള്ള ഫുഡുകളെയൊക്കെ തന്നെ ആശ്രയിക്കേണ്ടി വരും. അപ്പോൾ അതെന്തൊക്കെയാണ് എന്നുള്ളത് ആദ്യം ഒന്ന് പരിചയപ്പെടാം. ഒന്ന് പാലാണ്. പശുവിൻ പാലിലാണെങ്കിൽ 114 ഇൻ്റർനാഷണൽ യൂണിറ്റ് വരെയാണ് ഈ ഒരു വൈറ്റമിൻ ഡിയുടെ അളവ് പറയുന്നത്. ഇത് പാലെന്ന് പറഞ്ഞാൽ പശുവിൻ പാലോ, ഓട്സ് മിൽക്കോ, ബദാം മിൽക്കോ, സോയ മിൽക്കോ ഇതുപോലുള്ള ഏത് മിൽക്ക് വേണമെങ്കിലും നമുക്ക് ഉപയോഗപ്പെടുത്താം. അതുമാത്രമല്ല വെണ്ണ, ചീസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ പാലും ഉൽപ്പന്നങ്ങളും എപ്പോഴും നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ ഡി കൂട്ടുന്നതാണ്. അതുപോലെ തന്നെ സോയ ഉൽപ്പന്നങ്ങളാണെങ്കിൽ 80 മുതൽ 200 വരെ ഇൻ്റർനാഷണൽ യൂണിറ്റ് സോയ ഉൽപ്പന്നങ്ങളിൽ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ ഇനി ധാന്യങ്ങളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 50 മുതൽ 100 ഇൻ്റർനാഷണൽ യൂണിറ്റ് വരെ വൈറ്റമിൻ ഡി ഉണ്ട് കേട്ടോ. അതുപോലെ റിക്കോട്ട ചീസ് ഒരു 100 ഗ്രാമൊക്കെ എടുക്കുകയാണെങ്കിൽ ഒരു 10 ഇൻ്റർനാഷണൽ യൂണിറ്റ് വരെ ഉണ്ടെങ്കിൽ. ഇനി ഓറഞ്ച് ജ്യൂസിലും ഉണ്ട്, അതുപോലെ തന്നെ സൺഫ്ലവർ സീഡിലും ഉണ്ട്. ഇതൊക്കെ നമുക്ക് എടുക്കാം. മുട്ടയാണെങ്കിലും ഒരു 41 ഇൻ്റർനാഷണൽ യൂണിറ്റ് വരെ ഉണ്ട്. ഒരു 100 ഗ്രാം ബീഫ് ലിവർ എടുക്കുകയാണെങ്കിൽ ഒരു 48 ഇൻ്റർനാഷണൽ യൂണിറ്റ് വരെ വൈറ്റമിൻ ഡി ഉണ്ട്. അതുപോലെ മറ്റൊരെണ്ണം സസ്യാഹാര പ്രേമികൾക്ക് ഒരു ആശ്വാസമാണ് കൂൺ എന്നുള്ളത്. അതിൽ തന്നെ ഒരു കപ്പ് കൂൺ എടുത്താൽ 41 ഇൻ്റർനാഷണൽ യൂണിറ്റ് വരെ ഉണ്ട്. ഇനി 100 ഗ്രാം വെണ്ണയൊക്കെ ആണെങ്കിൽ 60 ഇൻ്റർനാഷണൽ യൂണിറ്റും, അതുപോലെ തന്നെ മത്തി പോലുള്ളവയോ അയല പോലുള്ളവയോ അതുപോലെ നമ്മുടെ സാൽമൺ ഫിഷ് ഉണ്ടല്ലോ, അങ്ങനെയുള്ള ഫാറ്റി ഫിഷ് ഇതിലൊക്കെ തന്നെ വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുണ്ട്.